ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനോസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് ഞാൻ കുറച്ച് ആര്യ വർക്കിൻ്റെ നീഡിൽസ് പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ എല്ലാ ഷോപ്പുകളിലും ഇതുപോലെയുള്ള തുളിപ്പ് നീഡിൽസ് കിട്ടാറുണ്ട്. അപ്പോൾ അത് ഓരോ സൈസിനും വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് നീഡിൽ നമ്പർ 13.55 mm ആണ് വരുന്നത്. പിന്നെ അടുത്ത നീഡിൽ വരുന്നത് നമ്പർ 24 ആണ് കേട്ടോ. അപ്പോൾ ഇതാ കാണിച്ചു തരാം. 24 ആണ്. അത് 0.4 mm ആണ് ഇത് അതിൻ്റെ തിക്നെസ്സൊക്കെ വരുന്നത്. പിന്നെ അടുത്തതും വരുന്നത് എന്താണ് ഈ 14 നമ്പർ അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് 13 തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള തുളിപ്പ് നീഡിൽസ് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ പൈപ്പിങ്ങിൻ്റെ ത്രെഡ് ഉണ്ടല്ലോ, ആ ത്രെഡ് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടി മുകളിലായിട്ടും കൂടി ചുറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ അവിടെ ഇതേപോലെ ചുറ്റിയെടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വഴുക്കാതെ കറക്റ്റ് ഇതൊരു ഫിനിഷിങ്ങിൽ തുന്നിയെടുക്കാനായിട്ട് പറ്റും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത നീഡിൽ ഇതുപോലത്തെ നീഡിൽ നമുക്ക് കിട്ടാറുണ്ട്. ഇത് ഒരു മരത്തിൻ്റെ നീഡിലാണ് കേട്ടോ. മരത്തിൻ്റെ ആണ് പിടി വരുന്നത്. പക്ഷേ ഈ ഒരു നീഡിൽ വെച്ചിട്ടാണ് എല്ലാവരും നമ്മുടെ ബീഡ്സ് വർക്ക് ചെയ്യുന്നത്. ആര്യ വർക്കിൽ ബീഡ്സ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു നീഡിൽ കൊണ്ടാണ്. പക്ഷേ ഈ നീഡിൽ നമ്മൾ ഒരെണ്ണം മേടിച്ചിട്ട് ഒന്ന് നല്ലപോലെ കുറച്ചൊരു ബ്ലൗസൊക്കെ തുന്നുമ്പോഴേക്കും അത് പൊട്ടിപ്പോവും കേട്ടോ. ഒന്നില്ലെങ്കിൽ അതിൻ്റെ നീഡിൽ പൊട്ടിപ്പോവും, അല്ലെങ്കിൽ ഈ നീഡിൽ നമുക്ക് കൈയോടെ ഇങ്ങോട്ട് ഊരിപ്പോരും. അങ്ങനെയാണ് ചെയ്യുക. ഞാനൊരു 19 നീഡിൽസ് എങ്കിലും ഇതുപോലത്തെ മേടിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും കേട്ടോ. കാരണം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു മാത്രമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഇതിൻ്റെ അറ്റത്ത് നമ്മുടെ MC ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അത് പോരാതിരിക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു നീഡിൽ എനിക്ക് റയറായിട്ട് ഒരു കടയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. കോങ്ങാട് ഉള്ള ഒരു കടയിൽ നിന്ന് കിട്ടിയതാണ്. അതിന് വരുന്നത് 25 രൂപ അല്ലെങ്കിൽ 30 രൂപ ഈ ഒരു റേഞ്ചിലാണ് ഈ ഒരു നീഡിൽ വരുന്നത്. അപ്പം എനിക്ക് ഈ ഒരു നീഡിലിനെയും കാട്ടി, ഈ മരത്തിൻ്റെ നീഡിലിനെയും കാട്ടിയും കൂടുതലും നല്ലതുപോലെ നീണ്ടു നിന്നിട്ടുള്ളത് ഈ ഒരു നമ്മൾ പൈപ്പിങ്ങിൻ്റെ ത്രെഡ് ചുറ്റിട്ടുള്ള ആ ഒരു നീഡിലാണ് കേട്ടോ. പിന്നെ ഞാൻ ഫുള്ള് യൂട്യൂബിലും അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തപ്പി ലാസ്റ്റ് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാൻ ഇതുപോലെ കുറച്ച് നീഡിൽസ് ഓർഡർ ചെയ്ത് വാങ്ങിച്ചു കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ക്വാളിറ്റിയുള്ള നീഡിൽസാണ്. അതേപോലെ തന്നെ ഈ ഒരു നീഡിൽസിന് ഒരു 5 സെറ്റായിട്ട് ആണ് വരുന്നത് കേട്ടോ. ഓരോ നീഡിൽസും 5 നീഡിൽസ് 5 എണ്ണം വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഈ വെള്ള നൂല് ചുറ്റിട്ടുള്ള നീഡിൽസ് ഉണ്ടല്ലോ, അത് ഈ ഒരു ഇതേപോലത്തെ ഞാൻ ഇപ്പോൾ മേടിച്ചിട്ടുള്ള നീഡിൽ ഇതുപോലത്തെ ഒരു നീഡിൽ തന്നെയാണ്. പക്ഷേ ഇത് ഇവിടുന്ന് മേടിച്ചത് കുറച്ചുകൂടി ഒരു ബലം കുറവുള്ളതുപോലെ ഉണ്ട്. പക്ഷേ ഓർഡർ ചെയ്ത് വാങ്ങിച്ചത് ഈ ഒരു സൂചി നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ബലമുള്ള ഒരു ടൈപ്പായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ബീഡ്സൊക്കെ വെച്ചിട്ട് നമുക്ക് തുന്നാനുള്ള സൂചി. അത് നമുക്ക് ഈ 5 എണ്ണമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സൂചി എന്താ പറയുക, ഈ തൃശ്ശൂർ ജില്ലയിൽ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ, എവിടെയാണ് കിട്ടുന്ന സ്ഥലമെന്ന്. തൃശ്ശൂർ എന്തായാലും ആ ടൗണിൽ ഇങ്ങനത്തെ സൂചി എവിടെയും കിട്ടാനില്ല. സാധാരണ നമ്മുടെ വുഡിൻ്റെ ആ ഒരു പിടി വരുന്ന നീഡിൽ മാത്രമേ കിട്ടാനുള്ളൂ കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നീഡിൽ ഈ ഒരു ഇതിൽ വരുന്ന ഈ ഒരു എന്താ പറയുക, സ്റ്റീലോ അല്ലെങ്കിൽ മെറ്റലോ എന്താണെന്ന് പറയുക, അങ്ങനത്തെ ഒരു ഇതിൽ വരുന്ന നീഡിലാണ് നല്ലത്. പിന്നെ അതിന് വേറൊരു സൈസിലുള്ള നീഡിലാണ് ഇത് നമ്മൾ സർദോസി വർക്കൊക്കെ ചെയ്യില്ലേ, അതിന് ഉപയോഗിക്കുന്നതാണ് ഈ നീഡിൽ. ഇത് നമുക്ക് 5 എണ്ണമായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ അടുത്തത് വരുന്നത് നമ്മൾ ഈ സിൽക്ക് ത്രെഡൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആര്യ വർക്ക് ചെയ്യില്ലേ, അതിനുള്ള സൂചിയാണ് കേട്ടോ. ഇത് നമ്മൾ ഒരിഴ നൂല് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഞാൻ കാണിച്ചു തരാം ഒരു സൂചി. ഇത് 3 ടൈപ്പാണ് വരുന്നത്. അതായത് ഒരു സ്ട്രാൻഡ് വെച്ചിട്ട് ചെയ്യാനും, അതുപോലെ 2 സ്ട്രാൻഡ് വെച്ച് ചെയ്യാനും, അതേപോലെ തന്നെ 3 സ്ട്രാൻഡ് വെച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു നീഡിൽ വന്നിട്ട് ഒരു സ്ട്രാൻഡ് വെച്ചിട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സിൽക്ക് ത്രെഡ് എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ, ഇതുപോലെയുള്ളത് എന്താണ് നൂലാണ് സിൽക്ക് ത്രെഡ്.
അപ്പോൾ ഇത് ഒരു സ്ട്രാൻഡ് വെച്ച് ചെയ്യുന്നതാണ് ഇത്. ഇനി അടുത്തത് ഇതേ നൂല് തന്നെ നമുക്ക് 2 സ്ട്രാൻഡ് വെച്ച് ചെയ്യാൻ പറ്റുന്ന നീഡിലാണ് ഈ ഒരു ടൈപ്പ് നീഡിൽ കേട്ടോ. അത് നമുക്ക് 5 തന്നെയാണ് കിട്ടുന്നത്. പിന്നെ അടുത്തത് നമുക്ക് മറ്റേ സൈസിലുള്ള നീഡിൽ 3 സ്ട്രാൻഡ് വെച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതും നമുക്ക് 5 തന്നെയാണ് വരുന്നത്. എല്ലാതും 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള നീഡിൽസും 5 എണ്ണം ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 500 രൂപയാണ്. അതിന് പുറമെ അവരുടെ കൊറിയർ ചാർജ് വരുന്നത് 150 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥലം വന്നിട്ട് ബാംഗ്ലൂർ, കർണാടക, അവിടെ നിന്നാണ് കേട്ടോ ഈ നീഡിൽസ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും നല്ല നമുക്ക് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവർക്ക് ഈ നീഡിലായിരിക്കും ഒന്നുകൂടി ബെറ്ററായിട്ട് ഉണ്ടാവുക. അല്ലെങ്കിൽ സാധാരണ നമ്മളിപ്പോൾ ആരി വർക്ക് ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ നീഡിലാണ് കേട്ടോ ഉപകാരപ്പെടുക. കാരണം അതൊക്കെ മതി, ഈ നീഡിൽ വെച്ച് നമുക്ക് ധാരാളം പഠിച്ചെടുക്കാവുന്നതാണ്. ഞാനും ആദ്യം ഈ നീഡിൽ വെച്ചിട്ടാണ് പഠിച്ചെടുത്തത്. പിന്നെയാണ് കുറച്ചുകൂടി നല്ലതുപോലെ സ്പീഡ് കിട്ടിയപ്പോൾ എനിക്ക് ഈ നീഡിൽ പറ്റാതെ വന്നത്. എന്നിട്ടാണ് ഞാൻ സാധാരണ ബീഡ്സ് വെക്കുന്ന നീഡിൽ കൊണ്ട് തന്നെ ചെയ്തു തുടങ്ങിയത്. പിന്നെയാണ് എനിക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടുമ്പോൾ ഈ നീഡിലൊക്കെ പൊട്ടിപ്പോകുന്നത് കൊണ്ട് യാതൊരു നിവൃത്തിയില്ല. അതുകൊണ്ട് എത്ര റേറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സൂചി ഓർഡർ ചെയ്ത് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഈ സൂചികളൊക്കെ വെച്ചിട്ടുള്ള ഓരോ വർക്കുകളും ചെയ്യുന്ന രീതി ഞാൻ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എവിടെയാണ് ഈ സൂചി കിട്ടുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.